ഹലോ. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കുറച്ച് മഞ്ഞൾ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഉണക്കിയെടുക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ മഞ്ഞൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. കാരണം പിന്നെ നമ്മൾ അതിന്റെ തൊലി കളയുന്നൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം പുഴുങ്ങാനിടാൻ. ഞങ്ങളിവിടെ പുറത്ത് തന്നെ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണെ, 3 കല്ലൊക്കെ വെച്ചിട്ട്. കാരണം ഞങ്ങൾക്ക് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു വലിയ ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്, പുഴുങ്ങുന്നത്. മഞ്ഞൾ മൂടത്തക്ക രീതിയിൽ ഞങ്ങൾ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞളിന് നല്ല വേവുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. നമ്മളൊരു ഈർക്കിലെടുത്ത് കുത്തി നോക്കുകയാണെങ്കിൽ അത് മഞ്ഞളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതാണ് ആ മഞ്ഞളിന്റെ വേവിന്റെ കണക്ക്. ഇവിടെ ഞങ്ങളുടെ മഞ്ഞൾ വെന്തിട്ടുണ്ട്. അപ്പൊ അതിനെ വെള്ളം ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതിനുശേഷം വേണം നമുക്കത് മുറിച്ചെടുക്കാൻ. ഈ മഞ്ഞളൊക്കെ പൊടിയാക്കി എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി നമുക്ക് നല്ല മായം കലരാത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുക എന്നുള്ളൊരു സമാധാനമുണ്ട്. മഞ്ഞള് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. നമ്മുടെ ശരീരത്തിലൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഭേദമാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ദഹനത്തെ സഹായിക്കുന്നതിൽ ഒരു നല്ല പങ്ക് മഞ്ഞളിനുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ മഞ്ഞള് നമുക്ക് ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ്. ഞങ്ങൾ ഈ പുഴുങ്ങിക്കൊണ്ടുവന്ന മഞ്ഞള് നടുവേ ചീന്തി മുറിക്കുകയാണേ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നടുവേ ചീന്തി മുറിച്ചാൽ മതി. എന്നിട്ടിത് നമ്മൾ നന്നായിട്ട് ഉണക്കണം. ആ ഉണങ്ങുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചുരുങ്ങും. ശേഷം നമുക്കിത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കാം. ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തത് കൊണ്ട് നല്ല രസകരമായി തന്നെ ഞങ്ങൾ ഈ പണി പൂർത്തിയാക്കി. മഞ്ഞള് ഉണക്കാനിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നല്ല വെയില് കിട്ടണം മഞ്ഞള് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാഴ്ചയോളം നമ്മൾ നല്ല വെയിലത്തിട്ട് വേണം ഈ മഞ്ഞള് ഉണക്കിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഈ പണി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മഞ്ഞൾ ഇങ്ങനെ പുഴുങ്ങി ചീന്തിയാൽ പിന്നെ ഒരു ദിവസം പോലും മറക്കാതെ നമ്മൾ മഞ്ഞള് വെയിലത്തിടേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതിൽ പൂപ്പൽ വന്ന് അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.